ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് മാറാനുള്ള ചില പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പതിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, മലപ്പുറം. നമ്മൾ മുതിർന്ന ആൾക്കാരെ പോലെ കുട്ടികൾക്ക് ഈ മൂത്രത്തിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ് ഉണ്ടാവാൻ ഏകദേശം ഒരു 3 വയസ്സ് സമയമെടുക്കും. എന്നാലും 5 വയസ്സ് വരെ ഇതുണ്ടാവുന്നത് എന്താണ്, ഒരു നോർമലാണ്. 5 വയസ്സിന് ശേഷവും ഇങ്ങനെ കുട്ടി രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടിക്ക് ഇത് മാറ്റിയെടുക്കണം എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട്. അതായത് കുട്ടിക്ക് ഇങ്ങനെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓരോങ്ങനെ പറഞ്ഞ് നീട്ടുന്നില്ല, നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് ഇതിൽ ചെയ്യേണ്ടത് ചില ശീലങ്ങളിൽ തന്നെ മാറ്റങ്ങളാണ്. ഒന്നാമതായിട്ട് കുട്ടികൾ സാധാരണ വെള്ളം കുടിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് 5 മണിക്ക് ശേഷമായിരിക്കും. ഈ ഒരു നിർത്തുക. വൈകുന്നേരം 5 മണിക്ക് ശേഷം എന്ത് ചെയ്യരുത്, കൂടുതൽ വെള്ളം കുട്ടികൾക്ക് കൊടുക്കരുത്. കുറച്ചൊരു ആവശ്യത്തിന് കൊടുക്കുക. ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കുടിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ രാത്രിയാണ് പാല് കുടിക്കുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് നേരെ രാവിലെ കേക്ക് മാറ്റുക. പിന്നെ ഇതിനുള്ളൊരു തെറാപ്പിയാണ് അലാം തെറാപ്പി എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ രാത്രി ഏകദേശം എല്ലാ ദിവസവും മൂത്രമൊഴിക്കുന്നതിൻ്റെ കുട്ടിയാണെങ്കിൽ ഏകദേശം ഒരു സമയത്തായിരിക്കും മൂത്രമൊഴിക്കുക. ഇപ്പോൾ 11 മണിക്കാണ് എന്നും രാത്രി മൂത്രമൊഴിക്കുന്നത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ്, അതായത് ഏകദേശം എന്നൊരു 10:30ക്ക് എന്ത് ചെയ്യുക, ഒരു അലാറം വെക്കുക. എന്നിട്ട് ആ സമയത്ത് അലാറം അടിക്കുമ്പോൾ കുട്ടീനെ വിളിച്ച് ഉണർത്തി ബോധാവസ്ഥയിലേക്ക് എത്തിയിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ശരിക്കും ഉണർത്തിയതിന് ശേഷം ടോയ്ലറ്റ് കൊണ്ടുപോയിട്ട് മൂത്രമൊഴിപ്പിക്കുക. നല്ല മൂത്രമൊഴിപ്പിച്ച് വീണ് കിടത്തുക. പിന്നെ ഇതിലൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഭവം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. എന്നും കുട്ടി മൂത്രമൊഴിക്കുന്നുണ്ട്, അപ്പോൾ ഒരു ദിവസം മൂത്രമൊഴിച്ചില്ല, അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിക്ക് റിവാർഡ് കൊടുക്കണം. റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് കുട്ടിക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കുക. ഇന്ന് മൂത്രമൊഴിച്ചില്ലല്ലോ, അതുകൊണ്ട് എന്താ പിടിച്ചോട്ടോ, നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യുക, ഒന്ന് സോപ്പിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് ട്രിപ്പ് ചെറുതായിട്ട് കൊണ്ടുപോവുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതിനോടൊരു താല്പര്യം, അല്ലേ, അതിലേക്കൊരു പ്രയത്നിക്കാനുള്ള ഒരു മനസ്സെന്ത് ചെയ്യും, ഉള്ളിൽ നിന്ന് വരും. പെട്ടെന്ന് അത് മാറി വരാനുള്ള ടെൻഡൻസി കൂടും. നമ്മൾ രാത്രി ഉറക്കത്തിൽ നിന്ന് അലാറം വെച്ച് എണീപ്പിക്കുമ്പോഴൊക്കെ ഒരു കരയൊന്നുമില്ല. അപ്പോൾ അത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു ആവശ്യമായിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് കാലം ചെയ്തിട്ടും ഇതിലെന്ത് ചെയ്യില്ല, ഒരു മാറ്റം കുട്ടിക്ക് വരുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ആ ഡോക്ടറിൽ നിന്ന് മെഡിക്കേഷൻസ് ഒക്കെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ വരുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ അടുത്ത ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പതിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, മലപ്പുറം.